അനിൽ വാസുദേവ് കൂടി ചേരുകയാണ് രാജസ്ഥാനിൽ നിന്ന്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. ജയ്സാൽമീറിലാണ് നിൽക്കുന്നത്. ചരിത്ര പ്രധാനമായ ഒരു നഗരമാണ്. ഈ പറയുന്ന പോലെ പൊന്നിന്റെ നിറമുള്ള ആ മണ്ണിൽ കഴിഞ്ഞ ദിവസം ആശ്വാസത്തിന്റെ പുഞ്ചിരിയുമായി നമ്മൾ ആൾക്കാരെ കണ്ടു. അപ്പോൾ സാധാരണ ഒരു സ്ഥിതിയിലേക്ക് മടങ്ങിയല്ലേ? അവിടെയും സ്ഥിതിഗതികൾ ശാന്തമാണ്. കഴിഞ്ഞ രാത്രിയിലൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ബ്ലാക്ക് ഔട്ടും കഴിഞ്ഞല്ലോ. തീർച്ചയായും ഇപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് ഈ രാജസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി അങ്ങനെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആകെ ബാർമീറിൽ ഒരു ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായി ജില്ലാ കളക്ടർ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അത് വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് തന്നെ ഒന്നും തന്നെ ഉണ്ടായില്ല. ചില ലോക്കൽ മീഡിയസ് ആദ്യഘട്ടത്തിൽ അതൊരു ഡ്രോൺ അറ്റാക്ക് എന്ന് പറഞ്ഞ് ലോക്കൽ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്ത വന്നത്. പക്ഷേ പിന്നീട് ജില്ലാ ഭരണകൂടം തന്നെ വേറൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഡ്രോൺ തകർത്തു എന്ന തരത്തിൽ ചില വീഡിയോകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഡ്രോൺ വെടിവെച്ചിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്ന തരത്തിലൊക്കെ തന്നെ. പക്ഷെ അത് തെറ്റാണെന്നാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഇല്ലെങ്കിൽ മോശം ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ബാർമീറിൽ നിന്നോ ജയ്സാൽമീറിൽ നിന്നോ ജോധ്പൂരിലോ നിന്നോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. ഇന്ന് രാവിലെ 6 മണി വരെയാണ് ഇവിടെയൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അതൊക്കെ തന്നെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ആളുകൾ മോർണിംഗ് വാക്കിനൊക്കെ വേണ്ടി ഇപ്പോൾ നടക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് ജയ്സാൽമീറിൽ നിന്ന് കാണിച്ചു തരാനാവും. വാഹനങ്ങളും ചെറിയ ബൈക്കുകളും ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ തന്നെ ഈ ആദ്യ 2 ദിവസങ്ങളിലേക്ക് പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാരാളം ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അല്ലെങ്കിൽ പലരും ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ ദൂരെയുള്ള ബന്ധുവീടുകളിലേക്ക് തന്നെ മാറിയിരുന്നു. ഏതാനും ആളുകൾ മാത്രമാണ് അപ്പോൾ ജയ്സാൽമീറിൽ അവരുടേതായുള്ള വീടുകളുള്ളത്. എന്തായാലും കാര്യങ്ങളൊക്കെ തന്നെ ശാന്തമായി വരുന്നു. ഇന്നലെ തന്നെ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചതോടുകൂടി കടകളൊക്കെ തന്നെ തുറക്കുകയും ആളുകൾ നിരത്തിലിറങ്ങുകയും വാഹനങ്ങളൊക്കെ തന്നെ ഓടിത്തുടങ്ങിയതുമാണ്. പക്ഷേ ഇന്നലെ രാത്രി ഒരു കരുതലിൻ്റെ ഭാഗമായി തന്നെയായിട്ടാണ് ഇന്നലെ ഒരു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കലുണ്ടായി. അപ്പോൾ എന്തായാലും ജയ്സാൽമീറും രാജസ്ഥാനിലെ മറ്റ് അതിർത്തി പ്രദേശങ്ങളും ഒക്കെ തന്നെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുന്നു, സന്തോഷത്തിൻ്റെ പാതയിലേക്ക് വരുന്നു, ആശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്തായാലും സൈന്യവും പോലീസും ഒക്കെ തന്നെ കനത്ത ജാഗ്രതയിലാണ്. ഇന്നലെ അവർ മിനിഞ്ഞാന്ന് കണ്ടെടുത്ത ഒരു മിസൈൽ ഡിഫ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും അത്തരത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മിസൈലിൻ്റെയോ അല്ലെങ്കിൽ അത്തരം സ്ഫോടക വസ്തുക്കളുടെയൊക്കെ തന്നെ ഭാഗങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന തരത്തിൽ SP പറയുകയുണ്ടായി. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ള പരിശോധന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടരും. ഇന്നലെ ജയ്സാൽമീറിൻ്റെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് ഈ പ്രദേശത്തൊക്കെ തന്നെ പോലീസിൻ്റെ വിരലിലെണ്ണാവുന്ന തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ പോലീസിനെ കണ്ടാവും. അത്തരത്തിൽ മാത്രമായി മാറി. അതായത് കൂടുതൽ ഫ്രീ ആയി അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ വലിയ റെസ്ട്രിക്ഷനൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ പോകുന്ന തരത്തിലാണ് കണ്ടത്. അങ്ങനെ ഏറ്റവും സന്തോഷത്തിലേക്ക് ഇതിലൊക്കെ തന്നെ വരുന്നു. ഇതൊരു ടൂറിസ്റ്റ് സീസൺ അല്ല. മാർച്ച് അവസാനത്തോടുകൂടി ഇവിടുത്തെ ടൂറിസ്റ്റ് സീസൺ തീരും. അതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കുകളില്ല. സാധാരണക്കാരനായ ഇല്ലെങ്കിൽ ഇവിടുത്തുകാരായ ആളുകളുടെയൊക്കെ തന്നെ മാത്രം തിരക്കാണ്. അപ്പോൾ ജയ്സാൽമീറിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്, ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഇല്ലാത്ത സമയത്ത് ഇത് തന്നെയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ആശ്വാസത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ ജയ്സാൽമീറും രാജസ്ഥാൻ്റെ മറ്റ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് ജില്ലകളും ഇപ്പോൾ ഉള്ളത്. ക്രിസ്റ്റീന.